ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ പിഴവ് സംഭവിച്ചുവെന്ന വിലയിരുത്തലുമായി CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് തെറ്റായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. കണ്ണൂരിലെ തിരിച്ചടിക്ക് കാരണം സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണെന്ന് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുപറഞ്ഞതും ശ്രദ്ധേയമായി. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേർന്ന CPIM സംസ്ഥാന സമിതിയിലാണ് അധികാരത്തിലിരുന്ന കാലത്തെ പിഴവുകൾ നേതൃത്വം ഏറ്റുപറഞ്ഞത്. തെറ്റ് ഏറ്റുപറഞ്ഞല്ലാതെ ജനവിശ്വാസം ആർജിക്കാനാവില്ലെന്ന മനോഭാവമായിരുന്നു ചർച്ചയുടെ പൊതുവികാരം. നടത്തി കൈപൊള്ളിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേര് തന്നെ കുഴപ്പമായി പോയെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. ഇടത് സർക്കാർ അത്തരമൊരു പരിപാടി നടത്തേണ്ടതില്ലായിരുന്നു. ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ മറ്റൊരു പേരായിരുന്നു ഉചിതമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ചർച്ചയെ തുടർന്ന് ഈ വിമർശനം റിപ്പോർട്ടിന്റെ ഭാഗമാക്കേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി ഒറ്റവരി വിമർശനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് തെറ്റായെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. നടപടിയില്ലാത്തത് സംശയങ്ങൾക്കിടയാക്കിയെന്നായിരുന്നു ചർച്ചയിലെ വിമർശനം. കണ്ണൂരിലെ തിരിച്ചടിയിൽ ജില്ലയിൽ നിന്ന് നേതാക്കൾ നടത്തിയ ഏറ്റുപറച്ചിലാണ് സംസ്ഥാന സമിതിയിലെ ചർച്ചകൾ ഏറ്റവും ശ്രദ്ധേയമായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് തുറന്നു സംബന്ധിച്ച കണ്ണൂർ നേതാക്കൾ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന വിമർശനം ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ധനരാജ് രക്സാക്ഷി ഫണ്ടിൽ വെട്ടിപ്പ് നടന്നില്ലെന്നാണ് ഇപ്പോഴത്തെയും ന്യായീകരണം. ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിന് ശേഷവും V. കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമശ്രദ്ധ ലഭിക്കാൻ കാരണമായതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സമുദായ നേതാക്കളെ ആശ്രയിക്കാതെ നേരിട്ട് ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങാനാവണമെന്നും സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.